ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൗണ്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്താണ് ഫ്രീക്വൻസി, അതേപോലെ നാച്ചുറൽ ഫ്രീക്വൻസി, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ സൗണ്ട് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സഞ്ചരിക്കുന്നത്, അതേപോലെ നമ്മൾ എങ്ങനെ സൗണ്ടിനെ സെൻസ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും M4E ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് അല്ലെങ്കിൽ സൗണ്ട് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനായി ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു ഗ്ലാസ് ജാറിൽ കുറച്ച് വെള്ളം ഇതേപോലെ എടുത്തിട്ടുണ്ടാകും. ഈ ഗ്ലാസ് ജാറ് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കോർക്കാണ് ഉപയോഗിക്കുന്നത്. ആ കോർക്കിൻ്റെ നടുവിലായിട്ട് ഇതേപോലെ ഒരു ബെല്ല് തൂക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു രീതിയിൽ കോർക്ക് ഉപയോഗിച്ച് ഈ വെള്ളമുള്ള ഗ്ലാസ് ജാറിനെ ക്ലോസ് ചെയ്യുക. അതിനുശേഷം നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്യുക. നമ്മൾ സൗണ്ട് കേൾക്കും. എന്തിൻ്റെ സൗണ്ട് ആയിരിക്കും? ഈ മണി ഇങ്ങനെ കിളുങ്ങുന്നതായിട്ടുള്ള സൗണ്ട് നമ്മൾ കേൾക്കും. അത് നമ്മൾ മനസ്സിൽ നോട്ട് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യണം? ഈ കോർക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഈ ഗ്ലാസ് ജാറിലെ വെള്ളത്തിനെ ചൂടാക്കുക അല്ലെങ്കിൽ ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്യുമ്പോൾ എന്താ പറ്റുക? ഈ ഗ്ലാസ് ജാറിൽ നേരത്തെ ഇവിടെ എല്ലാം ഫില്ല് ചെയ്തിരുന്ന എയർ പുറത്തേക്ക് പോയിട്ട് ഈ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് സ്റ്റീം നിറയും. ശരിയല്ലേ? അതിനുശേഷം നമ്മൾ വീണ്ടും ഈ മണി തൂക്കിയിട്ട് കോർക്ക് ഉപയോഗിച്ച് ഈ ഗ്ലാസ് ജാറിനെ ക്ലോസ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണം? കുറച്ച് തണുത്ത വെള്ളം ഇതിൻ്റെ മുകളിലൂടെ ഒഴിക്കുക. ഓക്കെ, ഇപ്പോൾ എന്താ സംഭവിക്കുക? ഇതിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന സ്റ്റീം ഫുൾ കണ്ടൻസ് ചെയ്ത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറും അല്ലേ? ഉള്ളിൽ നേരത്തെ സ്റ്റീം ആയിരുന്നു. ഈ ഗ്ലാസ് ജാറിൻ്റെ പുറമേ കൂടി തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ ഉള്ളിലുള്ള സ്റ്റീം എല്ലാം കണ്ടൻസ് ചെയ്ത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറും. അതായത് നേരത്തെ ഈ ഗ്ലാസ് ജാറിൻ്റെ ഉള്ളിൽ എയർ അത്യാവശ്യം കൂടുതൽ അളവിലുണ്ടായിരുന്നു. ഇപ്പോൾ ആ എയർ ഇവിടെ കുറയുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ ഈ കോർക്ക് വെച്ച് അടച്ച ശേഷം നന്നായിട്ട് വീണ്ടും ഷെയ്ക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും സൗണ്ട് കേട്ടിട്ടുണ്ടാകുക? ഈ ബെല്ല് കിളുങ്ങുന്ന ആദ്യം കേട്ട അത്രയും ലൗഡായിട്ട് നമ്മൾ രണ്ടാമത്തെ കേസിൽ കേൾക്കില്ല. അതെന്തുകൊണ്ടായിരിക്കും? അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, the loudness of the sound heard is reduced because the quantity of air inside the flask is reduced. അതായത് ആദ്യത്തെ കേസിൽ നമ്മൾ നല്ല ലൗഡായിട്ട് ബെല്ല് കിളുങ്ങുന്ന ശബ്ദം കേട്ടു. ആ സമയത്ത് ആ ജാറിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? എയർ ഉണ്ടായിരുന്നു. എന്നാൽ സെക്കൻഡ് കേസിൽ നമ്മൾ ആ വെള്ളത്തിനെ ബോയിൽ ചെയ്ത് അതിനെ സ്റ്റീമാക്കി മാറ്റി അതിനുശേഷം ആ ഒരു ജാറിൻ്റെ മുകളിലൂടെ നമ്മൾ കോൾഡ് വാട്ടർ ഒഴിച്ചപ്പോൾ ആ സ്റ്റീമെല്ലാം കണ്ടൻസ് ചെയ്ത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയി മാറി. അതായത് അതിൻ്റെ ഉള്ളിലെ എയർ കുറഞ്ഞു അല്ലേ? സോ സെക്കൻഡ് കേസിൽ എയറിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ കേട്ട ശബ്ദത്തിൻ്റെ ലൗഡ്നെസ്സും കുറഞ്ഞു. അപ്പോൾ എയറിൻ്റെ ക്വാണ്ടിറ്റി കുറയുന്നതിനനുസരിച്ച് നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ ലൗഡ്നെസ്സിന് എന്ത് സംഭവിക്കും? ലൗഡ്നെസ്സും കുറയും. ഓക്കെ, ഇഫ് സോ വുഡ് യു ബി ഏബിൾ ടു ഹിയർ ദ സൗണ്ട് ഓൺ റിമൂവിങ് ദ എയർ കംപ്ലീറ്റ്ലി? മുഴുവനായും ആ ജാറിൽ നിന്നും എയർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്തിരുന്നെങ്കിൽ ബെല്ല് കിളുങ്ങുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണ്? A medium is necessary for the propagation of sound. സൗണ്ടിന് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സൗണ്ടിന് സഞ്ചരിക്കണമെങ്കിൽ എന്താവശ്യമാണ്? ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു മാധ്യമം ആവശ്യമാണ്. Through which medium does the sound of your friend reach your ears? അതായത് നമ്മുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു സുഹൃത്തിൻ്റെ ശബ്ദം നമ്മൾ എങ്ങനെയാണ് കേൾക്കുന്നത്? ആ ഫ്രണ്ട് സംസാരിക്കുന്ന ശബ്ദം നമുക്ക് ചുറ്റുമുള്ള എയറിലൂടെ സഞ്ചരിച്ച് നമ്മുടെ കാതുകളിൽ എത്തുന്നു. അപ്പോഴാണ് നമ്മളത് കേൾക്കുന്നത്. അപ്പോൾ ഏത് മീഡിയത്തിലൂടെയാണ് സൗണ്ട് സഞ്ചരിക്കുന്നത്? അവിടെ എയറിലൂടെയാണ് അല്ലേ? എപ്പോഴും എയറിലൂടെ മാത്രമല്ല സൗണ്ട് സഞ്ചരിക്കുന്നത്. എയറിലൂടെയും അതേപോലെ വാട്ടറിലൂടെയും സോളിഡ്സിലൂടെയും ഒക്കെ സൗണ്ടിന് സഞ്ചരിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ശബ്ദത്തിന് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു മാധ്യമം അത്യാവശ്യമാണ്. മനസ്സിലായല്ലോ? ഇവിടെ സൗണ്ടിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിക്കുന്ന പലതരം മീഡിയംസ് ആണ് കാണിച്ചിട്ടുള്ളത്.
ആദ്യത്തെ കേസിൽ ഒരു ബെഞ്ചിൻ്റെ രണ്ട് വശത്തായി രണ്ട് കുട്ടികളുണ്ട് അല്ലേ. ഒരു കുട്ടി ഈ ബെഞ്ചിൻ്റെ ഒരു വശത്ത് ഇങ്ങനെ നോക്ക് ചെയ്യുന്നുണ്ട്, ശബ്ദം കേൾപ്പിക്കുന്നുണ്ട്. മറ്റേ കുട്ടി ബെഞ്ചിൽ തല ചായ്ച്ച് അത് കേൾക്കാനായിട്ട് ശ്രമിക്കുകയാണ്. സോ ഇവിടെ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്തത് ഏത് മീഡിയത്തിലൂടെയാണ്? ഈ ബെഞ്ചിലൂടെയാണ് അല്ലേ. ബെഞ്ച് എന്ന് പറയുമ്പോൾ അത് എന്ത് തരം മെറ്റീരിയലാണ്? അത് സോളിഡ് ആണ്. ഓക്കെ. രണ്ടാമത്തെ കേസിൽ ഒരു ബക്കറ്റ് വെള്ളത്തിൻ്റെ ഉള്ളിൽ മണി കിലുക്കിയിട്ട് അത് കേൾക്കാൻ ശ്രമിക്കുകയാണ് ഒരു കുട്ടി. അപ്പോൾ ഇവിടെ ശബ്ദം സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ്? വാട്ടറിലൂടെയാണ്, അല്ലെങ്കിൽ ഒരു ലിക്വിഡിലൂടെയാണ് എന്ന് നമുക്ക് പറയാം. ഈ കേസിൽ പട്ടി കുരയ്ക്കുന്നത് ഈ പെൺകുട്ടി കേൾക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ്? എയറിലൂടെയാണ് അല്ലേ. ഇനി ലാസ്റ്റ് കേസ് എന്താണ് കാണിച്ചിട്ടുള്ളത്? ഇത് ബഹിരാകാശ നിലയത്തിൻ്റെ ഉള്ളിൽ ആസ്ട്രോണട്സ് എങ്ങനെയാണ് കേൾക്കുന്നത് എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഇവർ കേൾക്കുന്നതിനായിട്ട് ഹെഡ്ഫോൺസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും? ബഹിരാകാശത്ത് എന്തില്ല? വായു ഇല്ല, അല്ലെങ്കിൽ അവിടെ ഒരു മീഡിയം ഇല്ല, അവിടെ വാക്വമാണുള്ളത്. വാക്വത്തിലൂടെ സൗണ്ടിന് സഞ്ചരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ബഹിരാകാശ നിലയത്തിലുള്ള ആസ്ട്രോനട്സിന് തമ്മിൽ സംസാരിക്കണമെങ്കിൽ എന്താവശ്യമാണ്? ഹെഡ്ഫോൺസ് ഒക്കെ ആവശ്യമാണ്. മനസ്സിലായല്ലോ. അപ്പോൾ സൗണ്ടിന് ഏതെല്ലാം മീഡിയത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും? സോളിഡ്സിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും, ലിക്വിഡ്സിലൂടെയും അതേപോലെ ഗ്യാസിലൂടെയും അല്ലെങ്കിൽ എയറിലൂടെയും സഞ്ചരിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയല്ലോ. സോ സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. Sound is a type of energy that travels through mediums as vibrations called sound waves. സൗണ്ട് എന്ന് പറയുന്നത് ഒരു ഊർജ്ജ രൂപമാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിരുന്നു അല്ലേ. ഇനി ഇതെങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? ഇറ്റ് ട്രാവൽസ് ത്രൂ മീഡിയംസ് ആസ് വൈബ്രേഷൻസ്. വൈബ്രേഷൻസ് ആയിട്ടാണ് മീഡിയത്തിലൂടെ സഞ്ചരിക്കുന്നത്. ആ വൈബ്രേഷൻസിനെ എന്തു പറയും? സൗണ്ട് വേവ്സ് എന്ന് പറയും. These vibrations cause the molecules in the medium to move back and forth in the direction the sound wave is traveling. അതായത് സൗണ്ട് വേവ് ഈ ഒരു ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ഇതൊരു എയർ മീഡിയം ആണെങ്കിൽ ഈ എയറിൽ നിറച്ച് മോളിക്യൂൾസ് ഉണ്ടാകും അല്ലേ, അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഇതിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ആ മീഡിയത്തിലുള്ള മോളിക്യൂൾസിനെ ബാക്ക് ആൻഡ് ഫോർത്ത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ മൂവ് ചെയ്യിപ്പിച്ചിട്ടാണ് സൗണ്ട് മുന്നോട്ട് സഞ്ചരിക്കുന്നത്. ഓക്കെ. സോ ദീസ് വൈബ്രേഷൻസ് കോസ് ദ മോളിക്യൂൾസ് ഇൻ ദ മീഡിയം ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻ ദ ഡയറക്ഷൻ ദ സൗണ്ട് ഇസ് ട്രാവലിംഗ്. Sound cannot travel through a vacuum because there are no particles in a vacuum to cause vibrations. സൗണ്ടിന് വാക്വത്തിലൂടെ, അതായത് മീഡിയം ഇല്ലാതെ സഞ്ചരിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? ഈ വാക്വത്തിൽ പാർട്ടിക്കിൾസ് ഇല്ല. പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ പാർട്ടിക്കിൾസിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് സൗണ്ടിന് മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആസ്ട്രോനട്സ് യൂസ് റേഡിയോ ഡിവൈസസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഇൻ സ്പേസ്. ആസ്ട്രോനട്സ് റേഡിയോ ഡിവൈസസ് അല്ലെങ്കിൽ ഹെഡ്ഫോൺസ് ഒക്കെ ഉപയോഗിച്ച് ഒരു വയേർഡ് കമ്മ്യൂണിക്കേഷനാണ് എവിടെ നടത്തുന്നത്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലും അതേപോലെ സ്പേസിലൊക്കെ അവർ നടത്തുന്നത്. മനസ്സിലായല്ലോ. ഇനി ആരാണ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ? ടെലിഫോൺ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റാണ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ. He was born on 3rd March 1847 at Edinburgh in Scotland. Both his mother and wife were deaf. അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിൻ്റെ അമ്മയും അതേപോലെ തന്നെ ഭാര്യയും ഡെഫായിരുന്നു. അതായത് അവർക്ക് രണ്ടു പേർക്കും കേൾക്കാൻ കഴിയില്ലായിരുന്നു. On 9th of October 1876, Alexander Graham Bell presented the first telephone to the world by speaking to his friend and assistant Watson through a cable wire from Cambridge to Boston, covering a distance of 2 kilometers. അതായത് 1876 ഒക്ടോബർ 9 ഈ ലോകത്തിനായി ആദ്യത്തെ ടെലിഫോൺ ആര് സമ്മാനിച്ചത്? അലക്സാണ്ടർ ഗ്രഹാം ബെൽ സമ്മാനിച്ചത്. ഹി ഡൈഡ് ഓൺ 2nd of August 1922 at the age of 75. It is to honor Alexander Graham Bell that the unit of loudness is named Bell. ലൗഡ്നെസ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ബെല്ലാണ്.
ഡെസിബെൽ ഇസ് എ സ്മോളർ മെഷർ ഓഫ് ദ യൂണിറ്റ് ബെൽ. ബെല്ലിൻ്റെ ഒരു സ്മോളർ മെഷറാണ് ഡെസിബെൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 1/10 ഓഫ് ബെൽ. ഒരു ബെല്ലിൻ്റെ 1/10 ആണ് ഒരു ഡെസിബെൽ എന്ന് പറയുന്നത്. അപ്പോൾ ടെലഫോൺ കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആണ്. അതായത് ഒരു വയറിലൂടെ എത്ര ദൂരത്തിരുന്നും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന ആ ഒരു ഐഡിയ, അത് ടെലഫോൺ എന്ന രൂപത്തിൽ ഈ ലോകത്തിനായി സമ്മാനിച്ചത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആണ്. ഓക്കെ, ഇനി എന്താണ് ഹിയറിംഗ് അഥവാ കേൾവി എന്ന് പറയുന്നത്? സൗണ്ട് is produced due to vibration and requires a medium for its propagation. ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? വൈബ്രേഷനിലൂടെയാണ് ശബ്ദം പ്രൊഡ്യൂസ് ആവുന്നത്. ഇനി അതിനൊരു മീഡിയം ആവശ്യമാണ് അല്ലേ? സഞ്ചരിക്കുന്നതിന് വേണ്ടി സൗണ്ടിന് ഒരു മീഡിയം ആവശ്യമാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ശബ്ദം കേൾക്കുന്നത്? നമ്മുടെ ചെവി ഉപയോഗിച്ചാണ് അല്ലേ? സൗണ്ടിനെ സെൻസ് ചെയ്യാൻ കഴിവുള്ള മനുഷ്യരിലെ അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളിലെ സെൻസ് ഓർഗൻ എന്ന് പറയുന്നത് ചെവിയാണ്, അതായത് ഇയർ. ഡാമേജ് ടു ദ ഇയർ ക്യാൻ ഓക്കർ എയ്തർ അറ്റ് ബർത്ത് ഓർ അറ്റ് എനി ടൈം ഇൻ ലൈഫ്. അതായത് ചിലർക്ക് ജന്മനാ തന്നെ കേൾക്കാനുള്ള കഴിവ് ഉണ്ടായി എന്ന് വരില്ല. മറ്റു ചിലർക്ക് അത് ജീവിതത്തിൻ്റെ മറ്റേതെങ്കിലും ഒരു സമയത്തായിരിക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. Such people experience many difficulties due to loss of hearing. നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരും. Such people face difficulties in communication, ability to speak, vulnerability to danger. അങ്ങനെ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വരുന്നത്? കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടാകും അല്ലേ? നമ്മൾ മറ്റുള്ളവർ നമ്മളോട് പറയുന്നത് കേട്ടിട്ട് അതിനാണ് നമ്മൾ മറുപടി പറയുന്നത്. അപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എബിലിറ്റി ടു സ്പീക്കിനെയും അത് ബാധിക്കുന്നു. അതേപോലെ കേൾക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഡേഞ്ചറുകൾ അല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലായിരിക്കും. സോ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഡെഫായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഫേസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ പറഞ്ഞു കേൾവിക്ക് തകരാറുള്ള ആളുകൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്ന്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? വി ഷുഡ് ഡീൽ വിത്ത് എംപതി. എംപതിയോട് കൂടി വേണം നമ്മൾ അവരെ ഡീൽ ചെയ്യാനായിട്ട്. ഇൻക്ലൂഡ് ദം ഇൻ യുവർ വർക്ക് ആൻഡ് പ്ലേ. അവരെ എല്ലാ ആക്ടിവിറ്റീസിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് അവരുടെ കൂടെ കളിക്കാനും അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസിൽ അവരെ ഇൻക്ലൂഡ് ചെയ്യാനും ഒക്കെ നമ്മൾ ശ്രമിക്കണം. Ensure their participation and give due consideration to them in all possible activities. അവരുടെ പാർട്ടിസിപ്പേഷൻ, അവർ എല്ലാ കാര്യങ്ങളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ അവരെ ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് നമ്മൾ എപ്പോഴും ഉറപ്പ് വരുത്തണം. അതേപോലെ എന്ത് ആക്ടിവിറ്റി ആണെങ്കിലും അതിൽ അവരുടെ പാർട്ടിസിപ്പേഷൻ നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ വളരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെ എംപതിയോട് കൂടി വേണം നമ്മൾ അവരെ ഡീൽ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമ്മുടെ ചെവി ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് കേൾക്കുന്നത് എന്ന് നോക്കാം. നമ്മുടെ ചെവിക്ക് പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്. ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, അതേപോലെ ഇന്നർ ഇയർ. ഈ ഔട്ടർ ഇയറിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് പിന്ന അല്ലെങ്കിൽ ചെവിക്കുട എന്ന് പറയുന്നത്. നമ്മൾ ചെവി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ ചെവിക്കുടയുടെ ചിത്രമാണ്. ശരിക്കും ഈ ചെവിക്കുടയിൽ നിന്നും എങ്ങോട്ടാണ് എത്തുന്നത് ശബ്ദം? ഓഡിറ്ററി കനാലിലേക്ക് എത്തും. ഓഡിറ്ററി കനാലിൽ നിന്നും അത് സഞ്ചരിച്ച് ഇയർ ഡ്രമ്മിലെത്തുന്നു. ഓക്കെ, ഈ ഇയർ ഡ്രം എന്ന് പറയുന്നത് ഒരു മെംബ്രെയിനാണ് അല്ലെങ്കിൽ അതൊരു പാട പോലത്തെ സംഭവമാണ്. അപ്പോൾ ശബ്ദത്തിൻ്റെ വൈബ്രേഷൻസ് ഇയർ ഡ്രമ്മിലെത്തുന്നു. ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഇയർ ഡ്രമ്മിൽ നിന്നും പിന്നീട് ഈ വൈബ്രേഷൻസ് എങ്ങോട്ടാണ് പോകുന്നത്? ഇയർ ഡ്രമ്മിന് തുടർച്ചയായി 3 തരം ബോൺസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേറ്റ്സ്. ഇയർ ഡ്രമ്മിലെ വൈബ്രേഷൻസ് ഈ 3 ബോൺസിലേക്ക് ട്രാൻസ്ഫർ ആകും. ഏതൊക്കെ ബോൺസ് ആണ്? മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, ഇനി ഈ 3 ബോൺസിൻ്റെ വൈബ്രേഷൻസ് ഓവൽ വിൻഡോയിലൂടെ എവിടെ എത്തുന്നു? കോക്ലിയയിൽ എത്തുന്നു. കോക്ലിയയുടെ ഉള്ളിൽ എൻഡോലിംഫ് എന്ന് പറയുന്ന ഒരു തരം ഫ്ലൂയിഡ് ഉണ്ട്. സോ ഈ വൈബ്രേഷൻ എങ്ങോട്ട് ട്രാൻസ്ഫർ ആകും? ഈ എൻഡോലിംഫ് എന്ന് പറയുന്ന കോക്ലിയയുടെ ഉള്ളിലെ ഫ്ലൂയിഡിലേക്ക് ട്രാൻസ്ഫർ ആകും. ദ വൈബ്രേഷൻ സ്റ്റിമുലേറ്റ്സ് thousands ഓഫ് നെർവ് സെൽസ് ഇൻ കോക്ലിയ
ആൻഡ് ഇമ്പൾസസ് ആർ ഫോംഡ്. ഈ കോക്ലിയയിൽ ഒരുപാട് നെർവ് സെൽസ് ഉണ്ട്. ഈ വൈബ്രേഷൻസ് ആ നെർവ് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ ഇമ്പൾസ് ജനറേറ്റ് ആകും. വെൻ ദീസ് ഇമ്പൾസസ് റീച്ച് ബ്രെയിൻ ത്രൂ ദ നെർവ്സ് വി ക്യാൻ സെൻസ് ദ സൗണ്ട്. അങ്ങനെ ഈ നെർവ്സിലൂടെ ഈ ഇമ്പൾസസ് എവിടെ എത്തും? നമ്മുടെ തലച്ചോറിലെത്തുന്നു. അങ്ങനെ നമ്മുടെ ബ്രെയിൻ എന്തിനെ സെൻസ് ചെയ്യുന്നു? നമ്മൾ കേട്ട ശബ്ദത്തെ സെൻസ് ചെയ്യുന്നു. മനസ്സിലായോ? ഈ ഒരു രീതിയിലാണ് ഏത് ശബ്ദവും നമ്മൾ കേൾക്കുന്നത്. ആദ്യം അത് ചെവിക്കുടയിലൂടെ ഓഡിറ്ററി കനാലിലെത്തുന്നു. അവിടെ നിന്നും ഇയർ ഡ്രമ്മിലെത്തുന്നു. ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യുന്നു. ഇയർ ഡ്രമ്മിലെ വൈബ്രേഷൻസ് തുടർന്നുള്ള മാലിയസ്, ഇൻകസ്, സ്റ്റേപ്സ് എന്നീ 3 ബോൺസിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഈ വൈബ്രേഷൻസ് ഓവൽ വിൻഡോയിലൂടെ കോക്ലിയയിലെത്തുന്നു. കോക്ലിയയുടെ ഉള്ളിൽ എന്താ ഉള്ളത്? എൻഡോലിംഫ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. കോക്ലിയയിൽ ഒരുപാട് നെർവ്സ് ഉണ്ട്. ഈ നെർവ്സ് ഈ വൈബ്രേഷൻസ് മൂലം സ്റ്റിമുലേറ്റായി ഇമ്പൾസസ് ജനറേറ്റ് ചെയ്ത് എങ്ങോട്ട് അയക്കുന്നു? ബ്രെയിനിലേക്ക് അയക്കുന്നു. അങ്ങനെ നമ്മുടെ ബ്രെയിൻ എന്ത് സെൻസ് ചെയ്യുന്നു? നമ്മൾ കേട്ട ശബ്ദത്തെ സെൻസ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുന്നതിനായിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻ്റ് ആണ് ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുന്നത്. Hearing aid is an electronic instrument used to provide the sensation of hearing for people with hearing problems. They have 3 main parts. അതായത് ഒരു ഹിയറിംഗ് എയ്ഡിന് 3 പ്രധാന ഭാഗങ്ങളാണുള്ളത്. ആദ്യത്തേത് മൈക്രോഫോൺ, രണ്ടാമത്തേത് ആംപ്ലിഫയർ, മൂന്നാമത്തേത് ലൗഡ് സ്പീക്കർ. ഈ മൈക്രോഫോൺ എന്താ ചെയ്യുന്നത്? ഇറ്റ് കൺവേർട്ട് സൗണ്ട് എനർജി ഇൻടു ഇലക്ട്രിക്കൽ സിഗ്നൽസ്. അതായത് നമ്മുടെ ചെവിയിൽ ഈ ഒരു രീതിയിലായിരിക്കും ഈ ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടുണ്ടാകുക. അപ്പോൾ പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദത്തെ ഈ മൈക്രോഫോൺ പിടിച്ചെടുക്കും. എന്നിട്ട് മൈക്രോഫോൺ എന്ത് ചെയ്യും? ഈ സൗണ്ട് എനർജീനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റും. ഇനി ആംപ്ലിഫയർ എന്താ ചെയ്യുന്നത്? ഇറ്റ് എൻഹാൻസസ് ഓർ ആംപ്ലിഫൈസ് ദ ഇലക്ട്രിക്കൽ സിഗ്നൽ. ഈ മൈക്രോഫോൺ പിടിച്ചെടുത്ത സൗണ്ട് എനർജി ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റുന്നു. ആ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ആംപ്ലിഫയർ എന്ത് ചെയ്യുന്നു? എൻഹാൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. ഇനി ലൗഡ് സ്പീക്കറിൻ്റെ ദൗത്യം എന്താണ്? ഇറ്റ് കൺവേർട്ട്സ് ദ ആംപ്ലിഫൈഡ് ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻ ടു ലൗഡ് സൗണ്ട്സ് ആൻഡ് സെൻസ് ദം ടു ദ ഇയർ ഡ്രം. അങ്ങനെ ലൗഡ് സ്പീക്കർ ഈ ആംപ്ലിഫയറിൽ നിന്ന് വന്ന ആംപ്ലിഫൈഡ് ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ വീണ്ടും ലൗഡ് സൗണ്ട്സ് ആക്കി മാറ്റി അതിനെ ഇയർ ഡ്രമ്മിലേക്ക് അയക്കുന്നു. ഓക്കെ. ഇനി ഇത് കൂടാതെ ഈ ഹിയറിംഗ് എയ്ഡിന് ഒരു ബാറ്ററി ഉണ്ടാകും. എ ബാറ്ററി ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ടു പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി നീഡഡ് ഫോർ ദ വർക്കിംഗ് ഓഫ് ദ ഹിയറിംഗ് എയ്ഡ്. ഹിയറിംഗ് എയ്ഡ് പ്രവർത്തിക്കണമെങ്കിൽ അതിന് കുറച്ച് ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. സോ അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ബാറ്ററിയാണ്. ഓക്കെ. സോ പ്രധാനമായിട്ടും ഒരു ഹിയറിംഗ് എയ്ഡിന് എത്ര പാർട്സ് ആണുള്ളതെന്ന് ചോദിച്ചാൽ 3 പാർട്സ് ആണ്. മൈക്രോഫോണും ആംപ്ലിഫയറും അതേപോലെ ലൗഡ് സ്പീക്കറും. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ് ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി? ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശബ്ദവും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? കാക്കയും പൂച്ചയും കോഴിയും ആനയും ഒക്കെ കേൾക്കുന്ന ശബ്ദമെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടോ? നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾ മറ്റ് ജീവജാലങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്യാൻ എ പേഴ്സൺ വിത്ത് നോർമൽ ഓഡിബിലിറ്റി ഹിയർ ഓൾ സൗണ്ട്സ്? നോർമൽ ഓഡിബിലിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് എല്ലാ ശബ്ദവും കേൾക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. The sound of the Galton whistle used to call dogs cannot be heard by human beings. അതായത് നായകളെ വിളിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു തരം വിസിലാണ് ഗാൽട്ടൺ വിസിൽ. ഈ വിസിലിൻ്റെ ശബ്ദം നമ്മൾ മനുഷ്യർക്ക് കേൾക്കാനായിട്ട് സാധിക്കില്ല. ഇനി പ്രയർ ടു നാച്ചുറൽ കലാമിറ്റീസ് ബേർഡ്സ് ആൻഡ് ആനിമൽസ് എക്സിബിറ്റ് അൺയൂഷ്വൽ ബിഹേവിയർ. അതായത് ഭൂമികുലുക്കം, സുനാമി പോലുള്ള നാച്ചുറൽ കലാമിറ്റീസിന് മുൻപായിട്ട് ബേർഡ്സും ആനിമൽസും ഒക്കെ അൺയൂഷ്വലായിട്ട് പെരുമാറും. എന്തുകൊണ്ടാണ്? അവരെന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, അതവർക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ അൺയൂഷ്വൽ ബിഹേവിയർ കാണിക്കുന്നത്. എന്നാൽ ഈ ശബ്ദം മനുഷ്യർക്ക് കേൾക്കാനായിട്ട് സാധിക്കില്ല. അതേപോലെ ബാറ്റ്സ് ക്യാൻ ട്രാവൽ ഈസിലി ഈവൻ ഇൻ ഡാർക്ക്നെസ്. ബാറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വവ്വാലാണ് അല്ലേ? വവ്വാലിന് ഡാർക്ക്നെസ്സിൽ, ഇരുട്ടിൽ വളരെ സുഗമമായിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ബാറ്റ്സിന് മനുഷ്യർ കേൾക്കുന്നതല്ലാതെ മറ്റ് ശബ്ദങ്ങൾ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ.
അപ്പോൾ ഒരു നോർമൽ ഓഡിബിലിറ്റി ഉള്ള മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന് ഒരു ലിമിറ്റ് ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ? അതുപോലെ മറ്റ് ജീവജാലങ്ങൾക്കും കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതിനെയാണ് ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി എന്ന് പറയുന്നത്. നൗ സൗണ്ട്സ് ഹാവിംഗ് ഫ്രീക്വൻസീസ് ഗ്രേറ്റർ ദാൻ 1 lakh hertz occur in nature due to vibrations of bodies. അതായത് നമ്മുടെ പ്രകൃതിയിൽ ഏകദേശം 1,00,000-ലധികം ഹേർട്സ് ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദങ്ങളുണ്ട്. വി കനോട്ട് ഹിയർ സൗണ്ട്സ് ഓഫ് ഓൾ ഫ്രീക്വൻസീസ്. ഇത്രയും ഫ്രീക്വൻസീസിലുള്ള ശബ്ദത്തിൽ എല്ലാം ഒന്നും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കില്ല. ഇറ്റ് മീൻസ് ദർ ഇസ് എ ലിമിറ്റ് ടു ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ദാറ്റ് ക്യാൻ ബി ഹേർഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യർക്ക് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. For a person with normal hearing capacity, the lower limit of audibility is about 20 Hz. അതായത് ഒരു നോർമൽ ഹിയറിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് ലോവർ ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി എന്ന് പറയുന്നത് 20 Hz ആയിരിക്കും. അതേപോലെ ഹയർ ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി എന്ന് പറയുന്നത് 20,000 Hz ആയിരിക്കും. അപ്പോൾ ഒരു നോർമൽ പേഴ്സണ് അല്ലെങ്കിൽ ഒരു നോർമൽ ഹിയറിംഗ് കപ്പാസിറ്റി ഉള്ള വ്യക്തിയുടെ ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി എന്ന് പറയുന്നത് 20 Hz മുതൽ 20,000 Hz വരെയാണ്. ദിസ് ലിമിറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. എല്ലാവർക്കും ഇത് പക്ക കറക്റ്റ് ആയിരിക്കണമെന്നില്ല. നമ്മുടെ നോർമൽ ഹിയറിംഗ് കപ്പാസിറ്റി ആണെങ്കിലാണ് ഈ 20 Hz-നും 20,000 Hz-നും ഇടയിലുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ചില വ്യക്തികളിൽ ഈ ഒരു ലിമിറ്റ് വേരി ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ 3 തരം ശബ്ദം കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഇൻഫ്രാസോണിക് സൗണ്ട് ആണ്, അടുത്തത് മനുഷ്യർക്ക് കേൾക്കാൻ പറ്റുന്ന ഓഡിബിൾ ടു ഹ്യൂമൻസ് ആയിട്ടുള്ള സൗണ്ട്, ലാസ്റ്റ് വൺ അൾട്രാസോണിക് സൗണ്ട്. ഓക്കെ, സോ മനുഷ്യർക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തേക്കാൾ കുറഞ്ഞ ശബ്ദമാണ് ഇൻഫ്രാസോണിക് സൗണ്ട്. അതായത് 20 Hz ഫ്രീക്വൻസിനേക്കാളും കുറവ് ഫ്രീക്വൻസി ഉള്ള ശബ്ദം ഇൻഫ്രാസോണിക് ആണ്. എന്നാൽ 20,000 Hz-നേക്കാൾ കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ശബ്ദം അൾട്രാസോണിക് സൗണ്ട് ആണ്. ഓക്കെ, എർത്ത്ക്വേക്സ് ഉണ്ടാവുന്ന സമയത്ത് പുറത്തേക്ക് വരുന്ന ശബ്ദം ഇൻഫ്രാസോണിക് ആണ്. ഇനി ഇൻഫ്രാസോണിക് സൗണ്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ജീവിയാണ് എന്ത്? ഡവ് അല്ലെങ്കിൽ പ്രാവ്. ഓക്കെ, ഇനി മനുഷ്യർക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദവും പ്രാവിനെ കേൾക്കാനായിട്ട് സാധിക്കും. അതേപോലെ എലിഫൻറ്റിനും മനുഷ്യർക്ക് കേൾക്കാൻ പറ്റുന്ന ആ ഒരു റേഞ്ചിലുള്ള ശബ്ദം കേൾക്കാനായിട്ട് പറ്റും. ഇനി അൾട്രാസോണിക് സൗണ്ട് സെൻസ് ചെയ്യാൻ പറ്റുന്ന ആനിമൽസ് ഏതൊക്കെയാണ്? റാറ്റ്സ്, അതേപോലെ നൊക്ടേണൽ മോത്ത്സ്, പിന്നെന്താണ്? ബാറ്റ് അല്ലെങ്കിൽ വവ്വാല്. ഓക്കെ, ക്ലിയർ ആയല്ലോ? So, sounds with frequency of less than 20 Hz are called infrasonics, and those with a frequency greater than 20,000 Hz are ultrasonics. നമ്മൾ നേരത്തെ ആ ഫിഗറിൽ കണ്ട സെയിം കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് 20 Hz-നേക്കാൾ ഫ്രീക്വൻസി കുറവുള്ള ശബ്ദമാണ് ഇൻഫ്രാസോണിക് സൗണ്ട്. 20,000 Hz-നേക്കാൾ കൂടുതൽ ഫ്രീക്വൻസിയുള്ള ശബ്ദമാണ് അൾട്രാസോണിക് സൗണ്ട്. ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ഫ്രം എ ഗാൾട്ടൺ വിസിൽ ഇസ് എബൌട്ട് 30,000 Hz. അതായത് ഗാൾട്ടൺ വിസിൽ എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്? പട്ടി അല്ലെങ്കിൽ നായ്ക്കളെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വിസിലാണ് ഗാൾട്ടൺ വിസിൽ. ആ ഫ്രീക്വൻസി മനുഷ്യർക്ക് കേൾക്കാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ടാണ്? ഈ ഗാൾട്ടൺ വിസിലിൽ നിന്നും പുറത്തേക്ക് വരുന്ന ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 30,000 Hz ആണ്. മനുഷ്യർക്ക് 20,000 Hz വരെ മാത്രമേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ശബ്ദം മനുഷ്യർക്ക് കേൾക്കാൻ സാധിക്കില്ല, പക്ഷേ നായക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗാൾട്ടൺ വിസിൽ യൂസ് ചെയ്തിട്ട് നായ്ക്കളെ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, റൈറ്റ് ഡൗൺ ദ റീസൺ വൈ ഹ്യൂമൻ ബീയിങ്സ് ആർ അൺഏബിൾ ടു ഹിയർ ദിസ് സൗണ്ട് വൈൽ ഡോഗ്സ് ക്യാൻ. എന്തുകൊണ്ടാണ്? ദ ലോവർ ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി ഇസ് എബൌട്ട് 20 Hz ആൻഡ് ഹയർ ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി ഈസ് എബൌട്ട് 20,000 Hz ഫോർ ഹ്യൂമൻസ്. മനുഷ്യർക്ക് കേൾക്കാൻ പറ്റുന്നത് 20 Hz-നും 20,000 Hz-നും ഇടയിലുള്ള ശബ്ദം മാത്രമാണ്. മനുഷ്യൻ്റെ ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി എന്ന് പറയുന്നത് അതാണ്. എന്നാൽ ഗാൾട്ടൺ വിസിലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 30,000 Hz ആണ്, വിച്ച് ഈസ് ഹയർ ദാൻ ദ ഹയർ ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി ഫോർ ഹ്യൂമൻസ്. അതുകൊണ്ട് മനുഷ്യർക്ക് ഈ ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കില്ല. ക്ലിയർ ആയല്ലോ? നൗ ബാറ്റ്സ് ക്യാൻ പ്രൊഡ്യൂസ് ആൻഡ് ഹിയർ അൾട്രാസോണിക് വേവ്സ്. ബാറ്റ്സ് അല്ലെങ്കിൽ വവ്വാലിന് അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും അതേപോലെ കേൾക്കാനും സാധിക്കും.
ഇവർ രാത്രി വളരെ സുഖമായി ട്രാവൽ ചെയ്യുന്നു എന്ന് നമ്മൾ നേരത്തെയും പറഞ്ഞു അല്ലേ. അതെങ്ങനെയാണ് ഈ ബാറ്റ്സ് രാത്രി വളരെ സുഖമായിട്ട് ട്രാവൽ ചെയ്യുന്നത്? എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡിലൂടെയാണ് ബാറ്റ്സ് രാത്രി കാലങ്ങളിൽ വളരെ സുഖമായി ട്രാവൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇരയെ പിടിക്കുന്നതൊക്കെ. ഓക്കെ, സോ ഈ എക്കോ ലൊക്കേഷനാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ബാറ്റ്സ് എന്ത് ചെയ്യും? അൾട്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കും. ഈ ശബ്ദം ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്കിൾ അതിൻ്റെ മുൻപിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ തട്ടി ഈ ശബ്ദം തിരിച്ച് എക്കോ ആയിട്ട് ബാറ്റിലേക്ക് എത്തും. സോ ബാറ്റ് ഈ ഒരു തിരിച്ചു വരുന്ന എക്കോ മനസ്സിലാക്കിയിട്ട് എത്ര ദൂരത്തിലാണ് ഒരു ഇരയുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സമുള്ളത് എന്നൊക്കെ ബാറ്റിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രോസസ്സിനെയാണ് എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഈ എക്കോ ലൊക്കേഷൻ വഴിയാണ് രാത്രിയിൽ ബാറ്റ് സുഖമായി സഞ്ചരിക്കുന്നത്, അതേപോലെ അതിൻ്റെ ഇരയെ പിടിക്കുന്നതൊക്കെ. മനസ്സിലായല്ലോ? ഇനി വെൻ എർത്ത് occur, infrasonic waves are produced. എർത്ത് ക്വേക്ക് അല്ലെങ്കിൽ ഭൂമികുലുക്കം ഉണ്ടാകുന്ന സമയത്ത് ഏത് തരം ശബ്ദമാണ് പുറത്തേക്ക് വരുന്നത്? ഇൻഫ്രാസോണിക് സൗണ്ട് ആണ് പുറത്തേക്ക് വരുന്നത്. ചില ആനിമൽസിന് ഈ ഇൻഫ്രാസോണിക് സൗണ്ടിനെ സെൻസ് ചെയ്യാനായിട്ട് പറ്റും. ഏതൊക്കെ ആനിമൽസ് ആണ്? എലിഫൻസ്, അതേപോലെ റൈനോസ്, ജിറാഫ്സ്, വെയിൽസ്, ഡോൾഫിൻസ്. ഇതിനൊക്കെ എർത്ത് ക്വേക്കിൻ്റെ സമയത്ത് പുറത്തേക്ക് വരുന്ന ഇൻഫ്രാസോണിക് സൗണ്ടിനെ സെൻസ് ചെയ്യാനായിട്ട് പറ്റും. സോ എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഈ ആനിമൽസിന് ഈ ഒരു സൗണ്ട് സെൻസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അവർ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഓക്കെ, അതിൽ നിന്നും ആ ഒരു പ്രദേശത്തുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തോ ഒരു അപകടം വരുന്നുണ്ട് എന്നുള്ളത്. മനസ്സിലായല്ലോ? ഇനി അൾട്രാസോണിക് വേവ്സിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അൾട്രാസോണിക് വേവ്സ് ആർ യൂസ്ഡ് ഇൻ ഇൻസ്ട്രുമെൻറ്റ് സോണാർ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിൽ അൾട്രാസോണിക് വേവ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് ശരിക്കും എവിടെയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഷിപ്സിലൊക്കെ സീയുടെ ആഴം മനസ്സിലാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഈ സോണാർ എന്ന് പറയുന്നത്. എങ്ങനെയാണോ ബാറ്റ് എക്കോ ലൊക്കേഷനിലൂടെ അതിൻ്റെ മുന്നിലുള്ള ഒരു ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു തടസ്സം മനസ്സിലാക്കുന്നത്, ആ ഒരു സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ സോണാറിലും ഉപയോഗപ്പെടുത്തുന്നത്. അതായത് സോണാറിൽ നിന്നും പുറത്തേക്ക് വരുന്ന അൾട്രാസോണിക് സൗണ്ട് വെള്ളത്തിലൂടെ താഴത്തേക്ക് സഞ്ചരിച്ച് സീ ബെഡിലെത്തുന്നു. അങ്ങനെ സീ ബെഡിൽ അത് തട്ടി തിരിച്ച് എക്കോയായിട്ട് തിരിച്ച് ഈ സോണാറിലെത്തുന്നു. അങ്ങനെ സോണാറിന് ആ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് കടലിൻ്റെ ആഴം പല സ്ഥലത്തും പലതാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു മെത്തേഡിലൂടെ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അൾട്രാസോണിക് വേവ്സിൻ്റെ മറ്റൊരു ഉപയോഗമാണ് മെഡിക്കൽ ഫീൽഡിൽ. അതായത് ചില അസുഖങ്ങൾ കണ്ടുപിടിക്കാനും അതേപോലെ ട്രീറ്റ് ചെയ്യാനൊക്കെ നമ്മൾ അൾട്രാസോണിക് വേവ്സ് ഉപയോഗിക്കുന്നുണ്ട്. അൾട്രാ സൗണ്ട് സ്കാനിങ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഈ അൾട്രാസോണിക് വേവ്സ് മെഡിക്കൽ ഫീൽഡിലുള്ള ഉപയോഗം. ഓക്കെ, ഇനി നമ്മൾ എപ്പോഴും ഒരേ ലൗഡ്നെസ്സിലായിരിക്കുമോ സംസാരിക്കുന്നത്? അല്ല, സാഹചര്യം അനുസരിച്ച് പല സ്ഥലങ്ങളിലും നമ്മൾ പല ലൗഡ്നെസ്സിലായിരിക്കും സംസാരിക്കുന്നത്. അതേപോലെ പ്രകൃതിയിൽ നിന്നും നമ്മൾ കേൾക്കുന്ന ശബ്ദവും പല ലൗഡ്നെസ്സിലായിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ലൗഡ്നെസ് ഉള്ള ശബ്ദത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സൗണ്ട്സ് ദാറ്റ് ഹേർട്ട് ഹ്യൂമൻ ഇയേഴ്സ്, നമ്മുടെ ചെവിയെ അപകടപ്പെടുത്തുന്ന ശബ്ദം ഏത് ലെവലിലുള്ളതാണ്? എബോവ് 120 ഡെസിബൽ, 120 ഡെസിബലിനും കൂടിയ ശബ്ദം നമ്മുടെ ചെവിയെ അപകടപ്പെടുത്തുന്നു. എ ജെറ്റ് എൻജിൻ 100 മീറ്റർ എവേ, 100 മീറ്റർ എവേ ആയിട്ടുള്ള അല്ലെങ്കിൽ അകലത്തിലുള്ള ജെറ്റ് എൻജിൻ്റെ ശബ്ദം ഏത് റേഞ്ചിലാണ്? 110 ഡെസിബൽ മുതൽ 140 ഡെസിബൽ വരെയാണ്. റോഡ് വിത്ത് ഹെവി ട്രാഫിക് ഉള്ള ഒരു റോഡിൽ അപ്രോക്സിമേറ്റ് ലൗഡ്നെസ് എത്രയാണ്? 80 to 90 ഡെസിബൽ ആണ്. ഇനി ഒരു കാറിൻ്റെ ലൗഡ്നെസ് എന്ന് പറയുന്നത് 60 to 80 ഡെസിബൽ ആണ്. നമ്മൾ സാധാരണ സംസാരിക്കുന്ന ലൗഡ്നെസ്, നോർമൽ ടോക്കിൻ്റെ ലൗഡ്നെസ് എന്ന് പറയുന്നത് 40 to 60 ഡെസിബൽ ആണ്. ഇനി ലീവ്സിൻ്റെ അനക്കമില്ലേ, മർമർ ഓഫ് ലീവ്സ്, ഇലകൾ അനങ്ങുന്ന ശബ്ദം 10 ഡെസിബൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ ഒരു ടേബിളിൽ ഓരോ ജീവികൾക്കും കേൾക്കാൻ സാധിക്കുന്ന റേഞ്ച് ഓഫ് ഓഡിബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ ജസ്റ്റ് വായിച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി. എന്തായാലും ഹ്യൂമൻ ബീയിങ്സിൻ്റെ ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി നിങ്ങൾ മറക്കാതെ പഠിച്ചു വെക്കണം. എത്രയാണ്? 20 ഹേർട്സ് മുതൽ 20,000 ഹേർട്സ് വരെയാണ്.
ഈ കാണുന്ന ടേബിളിലുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന അത്രയും നിങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്. എന്തായാലും ഹ്യൂമൻ ബീയിങ്സിൻ്റെ റേഞ്ച് ഓഫ് ഓഡിബിലിറ്റി മറന്നു പോകരുത്. ഓക്കെ, ഇനി എന്താണ് നോയിസ് പൊല്യൂഷൻ? പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട് ഇൻ എ മാനർ അൺഹെൽത്തി ടു ഹ്യൂമൻ ബീയിങ് ഈസ് നോയിസ് പൊല്യൂഷൻ. മനുഷ്യർക്ക് അൺഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ശബ്ദമാണ് നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. കേരള ഈസ് വൺ ഓഫ് ദ പ്ലേസസ് വിത്ത് ഹയസ്റ്റ് നോയിസ് പൊല്യൂഷൻ ഇൻ ദ വേൾഡ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നോയിസ് പൊല്യൂഷൻ ഉള്ള സ്ഥലങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ആദ്യം തന്നെ ഏത് പേര് നമുക്ക് കാണാൻ സാധിക്കും? കേരളത്തിൻ്റെ പേര് കാണാനായിട്ട് സാധിക്കും. നോയിസ് അഫക്ട്സ് നോട്ട് ഓൺലി അവർ ഫിസിക്കൽ ഹെൽത്ത് ബട്ട് ഓൾസോ അവർ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ലെവൽസ്. ഈ നോയിസ് അല്ലെങ്കിൽ നോയിസ് പൊല്യൂഷൻ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ മാത്രമല്ല ബാധിക്കുന്നത്, അത് നമ്മുടെ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ലെവൽസിനെയും ബാധിക്കും. ഇറ്റ് ലീഡ്സ് ടു ഹൈ ബ്ലഡ് പ്രഷർ. ചിലർക്ക് ഭയങ്കരമായിട്ട് നോയ്സ് കേട്ട് കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൂടും. അതേപോലെ സ്ഥിരമായി നമ്മൾ നോയ്സ് കേട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ ചെവിക്ക് തകരാറുണ്ടാകാം, അങ്ങനെ നമ്മൾ ഡെഫ് ആകാൻ സാധ്യതയുണ്ട്. അതേപോലെ ആസ്മ ഉണ്ടാകാം. പിന്നെ എന്താണ്, ലേണിംഗ് ഡിസബിലിറ്റി വരെ നോയ്സ് പൊല്യൂഷൻ മൂലം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ? ഇനി നോയ്സ് പൊല്യൂഷൻ നമുക്ക് എങ്ങനെ കുറയ്ക്കാനായിട്ട് സാധിക്കും? യൂസ് ഓഫ് എയർ ഹോൺസ് ഇൻ വെഹിക്കിൾസ് ഇസ് പ്രൊഹിബിറ്റഡ് ബൈ ലോ. അതായത് വെഹിക്കിൾസിൽ എയർ ഹോൺസ് ഉപയോഗിക്കാൻ പാടില്ല, അത് നിയമം മൂലം തന്നെ നമ്മൾ നിരോധിക്കണം. ബോക്സ് ടൈപ്പ് ലൗഡ് സ്പീക്കേഴ്സ് മസ്റ്റ് ബി യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കേഴ്സ്. അതായത് ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കേഴ്സിന് പകരം ബോക്സ് ടൈപ്പ് ലൗഡ് സ്പീക്കേഴ്സ് തന്നെ ഉപയോഗിക്കണം. അതായത് ചില സ്ഥലത്ത് ലൗഡ് സ്പീക്കേഴ്സ് ഇങ്ങനെ എന്താണ് ഹോൺ ടൈപ്പ് ആയിരിക്കും, ഇതിന് പകരം ബോക്സ് ടൈപ്പിലുള്ള ലൗഡ് സ്പീക്കേഴ്സ് വേണം നോയ്സ് കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ. മനസ്സിലായല്ലോ? എൻഷുർ ദാറ്റ് സൈലൻസേഴ്സ് ഇൻ വെഹിക്കിൾസ് വർക്ക് പ്രോപ്പർലി. വെഹിക്കിൾസിൽ സൈലൻസേഴ്സ് കറക്റ്റായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. പ്ലാന്റ് ആസ് മെനി ട്രീസ് ആസ് പോസിബിൾ ടു മിനിമൈസ് നോയ്സ് പൊല്യൂഷൻ. അതായത് വെഹിക്കിൾസ് ഒക്കെ ഒരുപാട് പോകുന്ന റോഡിൻ്റെ ഒക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നമ്മളിപ്പോൾ പ്ലാന്റ്സ് ഒക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്ലാന്റ്സ് ഒരുപാട് നട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രീസ് ഒരുപാട് നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ നോയ്സ് പൊല്യൂഷനെ നമുക്കൊരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ട്രീസ് ക്യാൻ റെഡ്യൂസ് ലൗഡ്നെസ് ഓഫ് സൗണ്ട് ബൈ അബ്സോർബിങ് സൗണ്ട് എനർജി. ട്രീസ് ഈ സൗണ്ട് എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് പുറത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ ലൗഡ്നെസ്സിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ലൗഡ് സ്പീക്കേഴ്സ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഇൻ പബ്ലിക് പ്ലേസസ് ബിഫോർ 6 AM ആൻഡ് ആഫ്റ്റർ 10 PM. അതായത് പബ്ലിക് പ്ലേസസിൽ രാവിലെ 6 മണിക്ക് മുൻപും അതേപോലെ രാത്രി 10 മണിക്ക് ശേഷവും ലൗഡ് സ്പീക്കേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. Do not make sounds above 50 decibels in the premises of hospitals and educational institutions. ഹോസ്പിറ്റൽസിൻ്റെ അടുത്ത് അതേപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടുത്തൊന്നും നമ്മൾ 50 ഡെസിബിൾസിന് മുകളിലുള്ള ശബ്ദം ഉണ്ടാക്കാനായിട്ട് പാടില്ല. മനസ്സിലായല്ലോ? ഈ രീതിയെല്ലാം നമ്മൾ ഫോളോ ചെയ്താൽ നോയ്സ് പൊല്യൂഷനെ നമുക്കൊരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയില്ലേ? സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എങ്ങനെയാണ് സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, പലതരം ഫ്രീക്വൻസീസിലുള്ള ശബ്ദത്തെക്കുറിച്ച് പഠിച്ചു. അതേപോലെ മനുഷ്യൻ്റെ ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി, മറ്റ് ജീവജാലങ്ങളുടെ ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി, പിന്നെ എന്താണ് നോയ്സ് പൊല്യൂഷൻ, എന്താണ്, എങ്ങനെ നമുക്ക് നോയ്സ് പൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. സോ സൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ഇതോടുകൂടി കംപ്ലീറ്റ് ആയി. എല്ലാവർക്കും ഈ ഒരു ചാപ്റ്റർ നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. സോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.